എതിരെയുള്ളൊരു ലേഖനമല്ല, അദ്ദേഹം അങ്ങനെ ആകരുത് എന്ന് പറയുന്നൊരു ലേഖനമായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് ധാരാളം ഡിസ്കഷൻസ് മുസ്ലിം ലീഗുമായി നടത്തി. അതിൽ വന്നിട്ടുള്ള ധാരാളം കോംപ്രമൈസസിന് ശേഷമാണ് വീണ്ടും ലീഗ് കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. അതിനിടയിൽ മുന്നണി വിട്ടു. ഞാൻ വെറുതെ താങ്കളൊന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്, പ്രൊവോക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ അതിനെ നമ്മളൊന്ന് ഡിക്കോഡ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ചില തീവ്ര ഗ്രൂപ്പുകളോട് വേണമെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഒരു അരികും മൂലിയും വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാവുന്ന ഗ്രൂപ്പുകളോട് അല്ലെങ്കിൽ സങ്കുചിതമായിട്ടുള്ള സാമൂഹിക ഗ്രൂപ്പുകളോട് ബന്ധം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ലീഗിൽ എപ്പോഴും രണ്ട് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് തർക്കമില്ലല്ലോ, ശരിയാണ്. ഉണ്ട്, താങ്കൾ സമ്മതിച്ചു. ഉണ്ട്. ആ കാഴ്ചപ്പാടിൽ എപ്പോഴും ഒന്ന് അകലം പാലിക്കണം, അവരുമായിട്ടൊരു സന്ധിക്ക് നിൽക്കരുത്. അത് ആത്യന്തികമായിട്ട് ലീഗ് രാഷ്ട്രീയത്തിന് നഷ്ടമാണ്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് തന്നെ നഷ്ടമാണ്. അത് വലിയ അപകടം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് താങ്കൾ. അല്ല, അതിൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, നമ്മുടെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നൊരു ധാരയുണ്ട്. അത് ഒരു പോസിറ്റീവ് ധാരയാണ്. അതായത് മൈനോറിറ്റി കൺസോളിഡേഷൻ എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി. അതേസമയം സെക്കുലറിസം എന്ന് പറയുന്നതിൽ ഒരു കോംപ്രമൈസും എവിടെ ഉണ്ടായിട്ടില്ല. സെക്കുലറിസം ഒരാൾ എനിക്ക് തോന്നുന്നു ഈ വിഷയമായിരിക്കാം ഒരാളെ ഇങ്ങോട്ട് പറയാൻ പ്രേരിപ്പിക്കും. നോക്കാം നമുക്ക് വർഗീയവൽക്കരണത്തെ തടയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്ന്, തീവ്രവാദികളുടെ ചിന്തകളിൽ നിന്ന് ന്യൂനപക്ഷ സമൂഹത്തെയും മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ഒരു സമീപനം ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് എനിക്കതിൻ്റെ ഒരു വിശദാംശമാണ് അറിയേണ്ടത്. ഞാൻ പഠിച്ച സർ സെയ്ദ് കോളേജിലാണ്. ആ കോളേജിലൊന്നും ആ കാലഘട്ടത്തിൽ ഒരു കുട്ടി പോലും പർദ്ദയിട്ട് വന്നിരുന്നില്ല. ഇന്ന് പർദ്ദ എന്നുള്ളത് മുസ്ലിം പെൺകുട്ടികളുടെ ദേശീയ വസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, ആസ്ഥാന വസ്ത്രമായി മാറി. താങ്കൾ ഉത്കണ്ഠാവില്ലല്ലേ? പർദ്ദ എന്ന് പറയുന്നത്, പർദ്ദ എന്നുള്ള സംഭവത്തെക്കുറിച്ച്, ഞാൻ ആ ഒരു പ്രവണതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പർദ്ദ എന്ന് പറയുന്നതിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അവൾ പ്രിഫർ ചെയ്യുന്നത് പർദ്ദയാണെങ്കിൽ അത് പർദ്ദ നീ ധരിക്കാൻ പാടില്ല എന്ന് അവളോട് പറയുന്നതും ഒരു ഇനിക്വാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാക്കും. അതേസമയം ഈ നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണുന്ന പർദ്ദ ധരിക്കാത്ത സ്ത്രീകളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നതിലേക്കും സമൂഹം പോകരുത്. ആ ഒരു വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യം സ്ത്രീക്ക് തന്നെ കൊടുക്കും. എന്തായാലും നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് പർദ്ദ ധരിക്കരുതെന്ന് പറഞ്ഞ് ചടിക്കാൻ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. പർദ്ദ ധരിക്കരുത് എന്ന് പറയാൻ, മറിച്ച് ധരിക്കണമെന്നുള്ള ഒരു ശാഠ്യമായിരിക്കും. നമ്മുടെ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ സ്ത്രീകൾ അവർ ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് തന്നെയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വാർത്താ ചാനൽ, അതായത് സീംലെസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരണം എന്ന ആഗ്രഹത്തിലാണ് അത് ഉണ്ടാക്കിയത്. പത്രപ്രവർത്തകർ താങ്കളുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടം, ഇതൊക്കെ ഡോക്ടർ മുനീർ താങ്കൾക്ക് അർഹതപ്പെട്ടതായിരുന്നു? അതിൻ്റെയൊന്നും ഞാൻ അതിൻ്റെ നിറ്റിഗ്രിറ്റീസിലേക്ക് കടക്കുന്നില്ല. കാരണം MK മുനീർ മാത്രമായിട്ട് തുടങ്ങിയതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ MK മുനീർ എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് വെക്കുമ്പോൾ മാത്രമേ കിട്ടൂ, അപ്പോഴേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് മാത്രം MK മുനീർ മാത്രം ഇതിനകത്ത് നിരന്തര പീഡനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, താങ്കളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറയുന്ന പ്രതിപക്ഷത്തുള്ള ഒരാൾ പോലും ഈ വിഷയത്തിൽ താങ്കളെ വേട്ടയാടിയിട്ടില്ല. അത് ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പൊളിറ്റിക്സ് പോലും നമ്മൾ നോക്കിയിട്ടില്ല. വരട്ടെ. ഏറെ തിരക്കുകൾക്കിടയിലും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും എഴുതുവാനും ഒക്കെയുള്ള സമയം എപ്പോഴാണ്? ഇപ്പോൾ നമുക്കൊക്കെ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും എഴുതാൻ കഴിയാത്ത ഒരാളാണ് വ്യക്തിപരമായി. എനിക്ക് പ്രസംഗിക്കാനൊക്കെ പറ്റും, ചാനലിലെ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ സംസാരിക്കും, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. ഇത്രയും എഴുതാനുള്ള സമയം അദ്ദേഹത്തിന് എപ്പോഴാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അറിയാൻ താല്പര്യമുണ്ട്. അത് ഞാനായിട്ട് ചോദിക്കുകയാണ്. ഇനിയും SMS വരാൻ കേട്ടോ. വരട്ടെ. ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഈ യാത്രകളൊക്കെ എന്തിനാ കാറിൽ തന്നെ ആക്കുന്നത്? ട്രെയിനോ ഫ്ലൈറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചൂടെ? ഇതാരാന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലായ?
ഇതാണ് ഡോക്ടർ എം കെ മുനീറിൻ്റെ അനുജൻ. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം.